ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകൻ 33:16 വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ പേര് ലിജ. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2024 ഓഗസ്റ്റ് 18 ആയിരുന്നു. ചെറുതും വലുതുമായ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ഈ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായി. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യമായി എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നേരത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം നല്ലൊരു പിഴ ചുമത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെൻ്റെ മാതാവിൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേസ് എങ്ങനെയെങ്കിലും മാറിക്കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ഓരോ പ്രാവശ്യം കോടതിയിൽ ചെല്ലുമ്പോഴും എനിക്ക് വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും തനിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. ഈ കാശ് രൂപം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്. വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഞാനത് ഊരി മാറ്റാറുള്ളൂ. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ഈ കാശ് രൂപം പിടിച്ച് ഉപ്പും പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഓരോ അവധിക്ക് ചെല്ലുമ്പോഴും മാതാവേ ഇതെങ്ങനെയെങ്കിലും, കാരണം വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപ കേസിൻ്റെ പിഴ വിധിച്ചാലും അത് അടയ്ക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവസാനം ഉടമ്പടി എടുത്ത് 3 മാസത്തിന് ശേഷം കറക്റ്റ് എൻ്റെ ആദ്യത്തെ പുതുക്കൽ 11ാമത്തെ മാസം അന്നാണ് എൻ്റെ കേസിൻ്റെ വിധി വന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ലേബർ ഓഫീസറൊക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുകയും ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം എന്നുള്ള സമയത്തിൻ്റെ മേൽ അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്ന മാതാവാണ്. ആ സാറുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ കേസിൻ്റെ വിധി വന്നു. എന്നെയും എൻ്റെ അഡ്വക്കേറ്റിനെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് 1 രൂപ പോലും ഇല്ലാതെ ആ കേസിൽ നിന്നും എനിക്ക് വിധി വന്നു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഏകദേശം 38 വർഷമായിട്ട്, എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ്, അമ്മ പറഞ്ഞ് എനിക്ക് അറിവുണ്ട്, 38 വർഷമായിട്ട് ഞങ്ങൾക്ക് വഴി ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ആങ്ങളയുടെ വീടിൻ്റെ മുറ്റത്തുകൂടിയായിരുന്നു ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ചെറിയ 2 വണ്ടിയുണ്ട്, അതൊക്കെ അവിടെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ 38 വർഷവും നടന്നിട്ടും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ ചാച്ചനുമായിട്ടൊന്ന് തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങൾക്ക് അതുവഴി നടക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ വേറെ വഴി എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നുമില്ല. തൊട്ട് ഫ്രണ്ടിലൊക്കെ അമ്മയുടെ ആങ്ങളമാരുടെ സ്ഥലമൊക്കെയാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ എന്നും ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കും. അമ്മ എന്നോട് പറയും, ലിജെ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് നമുക്കൊരു വഴി കിട്ടാൻ വേണ്ടി, വേറെ എന്തിനുമില്ല, ഞങ്ങൾക്കൊന്ന് നടന്നു പോയാൽ മാത്രം മതിയായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, വേറൊന്നും ചെയ്യാറില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും 100-150% എനിക്ക് വിശ്വാസമായിരുന്നു ഒരിക്കലും വഴി കിട്ടില്ലായിരുന്നത്. അങ്ങനെ ആ ചെറിയൊരു ധാരണപ്പശകിൻ്റെ പേരിൽ വീണ്ടും ചാച്ചനുമായിട്ട് ഇന്ന് സംസാരിക്കുകയും ചാച്ചൻ തന്നെ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇനി എത്ര നാൾ വേണമെങ്കിലും അതിലേ വഴി നടന്നുകൊള്ളാൻ പറഞ്ഞു. അത് എൻ്റെ അമ്മ മാതാവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനിവിടെ ഏറ്റു പറയുന്നു. കാരണം എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയും, ഇപ്പം എല്ലാവരും വരുന്നത് ആ വഴി കൂടിയാണ്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് എൻ്റെ മാതാവ് തന്ന വഴിയാണ്, എന്നെ എല്ലാവരും കളിയാക്കും. ചേച്ചിക്ക് എന്ത് പ്രശ്നം വന്നാലും ചേച്ചി എപ്പോഴും പറയുമല്ലോ മാതാവാണെന്ന്. അങ്ങനെ അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ആ ജോലിക്കിടയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന്. അങ്ങനെ എനിക്ക് ജനുവരി മാസത്തിൽ ഒരു നല്ല ജോലി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഫീൽഡിലായതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാവിൻ്റെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ്.
14 വർഷം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായിട്ടും കല്യാണത്തിന് വേണ്ടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നെയും അമ്മയും പിള്ളേരെയും പള്ളിയിൽ കൊണ്ടേയാക്കും. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും, പള്ളിയിലൊന്ന് കയറിയിട്ട് പോകണം, കുർബാന സ്വീകരിക്കണം. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തി ഈ നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം, അത് ഞാൻ എപ്പോഴും പറയും, ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഞായറാഴ്ച കുർബാന പോലും എൻ്റെ ഹസ്ബൻഡ് മുടക്കിയിട്ടില്ല. അതുപോലെ വീട്ടിൽ ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നതിന് ശേഷം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എത്ര വൈകിയാലും ചിലപ്പോൾ ചില കല്യാണങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും, ആ 11 മണിക്ക് ശേഷമാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മാത്രമേ കിടക്കാറുള്ളൂ. അത്രയ്ക്ക് വ്യത്യാസമാണ് വന്നത്. അതുപോലെ ഹസ്ബൻഡ് അത്യാവശ്യം, എനിക്ക് പറയുന്നതിന് വിഷമമില്ല, കാരണം ആൾക്കറിയാം അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഫെബ്രുവരി മാസത്തോടുകൂടി കുറച്ചൊക്കെ നിർത്തി. പക്ഷേ എന്നാലും ഇന്ന് ഈ നിമിഷം വരെ, ഈ 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല. കാരണം അതുപോലെ എന്തവസരങ്ങൾ വന്നാലും, ഒരു പാർട്ടി ആയിക്കോട്ടെ, ഓണായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, അങ്ങനെ അതുപോലെ നടന്നിരുന്നൊരു വ്യക്തിയാണ്. എനിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട, കാരണം ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞത് ഈ 1.5 വർഷമാണ്. ഈ 38 വർഷം ഞാൻ ജീവിച്ചത് വെറുതെ ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം ഈശോയെയും മാതാവിനെയും അറിയാതെ ജീവിച്ച ഈ വർഷങ്ങൾ ജീവിച്ചു എന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ, എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ പറയും പോലെ തന്നെ നമ്മൾ നിയോഗങ്ങളൊന്നും എഴുതി ഇവിടെ ഇടണമെന്നില്ല. നമ്മൾ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നമ്മുടെ എന്ത് കാര്യവും മാതാവ് സാധിച്ചു തരും. ഏറ്റവും ചെറിയൊരു കാര്യം പോലും നമുക്ക് മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. കാരണം ഞങ്ങളുടെ പള്ളിയിലുള്ള, ഞാൻ കാറ്റലിസം പഠിപ്പിക്കുന്നുണ്ട്. അതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയത്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അക്രൈസ്തവയായിരുന്നു. ഞങ്ങളുടെ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പള്ളി എന്താണെന്നോ മാതാവിനെ ഈശോ എനിക്ക് അറിയാം, അത്രമാത്രം എനിക്ക് അറിയാമുണ്ടായിരുന്നുള്ളൂ. ഒരു ബൈബിൾ വായിക്കാൻ എനിക്കറിയില്ല, വചനം ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് എത്ര വചനങ്ങളാണ് കാണാതെ അറിയാമെന്നറിയാമോ? അതെല്ലാം എനിക്ക് ഓരോ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കുന്നതിൻ്റെയും ഈ ബൈബിളിലെ വചനങ്ങളുടെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കെൻ്റെ മാതാവ് ഓരോ അവസരത്തിലും ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് നോക്കും. അപ്പോൾ എനിക്ക് ഓരോരോ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ കാണിച്ചു തരാറുണ്ട്. അതുപോലെ ചെറിയൊരു നിസ്സാര സംഭവമാണെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഞങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് അത്രമേൽ മനസ്സിന് ഇതുണ്ട്. അങ്ങനെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ ഈ മെയ് മാസത്തിൽ മാതാവിൻ്റെ മാസം എനിക്ക് എൻ്റെ മാതാവിനെ എടുക്കാനുള്ള അവസരം കിട്ടി. അത് ഞാൻ ഏറ്റവും വളരെ സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. അതിനുള്ള അവസരവും കിട്ടി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളൊന്നുമല്ല ജീവിതത്തിൽ, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഏറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എസെക്കിയേൽ 36, 26, 27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ ഉള്ളവരുമാക്കും. ലിജ രാജു എന്ന ഈ സഹോദരി തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. 38 വർഷമായി ആഗ്രഹിച്ചിരുന്ന ഒരു വഴി ലഭിച്ചതിനെക്കുറിച്ച്, ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറിയതിനെക്കുറിച്ച്, വിശ്വാസം സ്വീകരിച്ച് ക്രൈസ്തവ ജീവിതം തുടങ്ങിയിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എന്താണ് ക്രൈസ്തവ ജീവിതമെന്നും എന്താണ് വിശുദ്ധ കുർബാനയെന്നും ദൈവവചനമെന്നും മനസ്സിലാക്കിയതിനെക്കുറിച്ച് മകൾ തൻ്റെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തനിക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ച ജോലി, തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏറ്റവും നല്ല മീഡിയമായി മകൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നുവെന്നും വാക്കുകളിലൂടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം ഈശോയോട്
കറയറ്റ സ്നേഹത്തോടെ ഏറ്റവും തിഷ്ടമായ ഒരു ജീവിതം സമർപ്പിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. നമുക്കറിയാം, മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മളിൽ ആഴപ്പെട്ട് വരുന്നത് ഈശോയോടുള്ള സ്നേഹമാണ്, ഈശോയുടെ ബലിയോടുള്ള സ്നേഹമാണ്, ഈശോയുടെ വചനത്തോടുള്ള സ്നേഹമാണ്. നമ്മൾ തന്നെ ജീവിച്ച ജീവിത രീതികളിൽ നിന്ന് പാടെ വ്യത്യസ്തരായി മാറിക്കൊണ്ട് അല്പം കൂടി ആത്മീയ ബലമുള്ള, ദൈവസ്നേഹമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള വ്യക്തികളായി വളരുന്നതാണ് മരിയൻ ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ മാതാവ് നമ്മോടൊപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് നിരന്തരം വസിക്കുവാനെത്തുന്നു എന്നതാണ് മരിയൻ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. അത് മരിയൻ ഉടമ്പടിയുടെ ഓരോ നേർച്ചവസ്തുക്കളും അമ്മ മാതാവിൻ്റെ സാന്നിധ്യ അനുഭവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വിശ്വാസ പ്രമാണം ചൊല്ലി യേശുവിനെ കർത്താവും നാഥനുമായി ഏറ്റുപറഞ്ഞതിന് ശേഷം മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പാവട്ടെ, ഉടമ്പടി തൈലമാവട്ടെ, നാം പോകുന്നിടങ്ങളിൽ അത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അനുഗ്രഹമായി തീരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. കോടതിയിൽ അമ്മ മാതാവും ഈശോയും മാത്രമാണ് മകൾക്ക് കൂട്ടുണ്ടായിരുന്നത്. കുറച്ച് നാളായി നടക്കുന്ന കേസാണ്. അത് വലിയ പിഴ ഒടുക്കേണ്ടി വരുമെന്ന ഏതാണ്ട് ധാരണകൾ വക്കീൽ തന്നെ കൈമാറുന്നുമുണ്ട്. എന്നാൽ ഒരു പണം പോലും പിഴ ഒടുക്കാതെ അമ്മ മാതാവ് ആ കേസിൽ നിന്ന് പൂർണ്ണമായും എങ്ങനെ രക്ഷിച്ചുവെന്ന് പറഞ്ഞാണ് മകൾ ഈ സാക്ഷ്യം തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് വ്യത്യസ്തമാവാം. നാം കടന്നു പോകുന്ന കുരുക്കുകളോ കുടുക്കുകളോ തകർച്ചകളോ അത് വ്യത്യസ്തമാകാം. എങ്കിലും അമ്മയുടെ അരികിലേക്ക് എളിമയിലും പൂർണ്ണമായ ശരണത്തിലും ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ, നമ്മൾ എത്ര പഴയ വിശ്വാസിയാണ്, എത്ര പുതിയ വിശ്വാസിയാണ് എന്ന് നോക്കിയിട്ടല്ല, അമ്മയോടുള്ള വിശ്വസ്തതയുള്ള ബന്ധത്തിൻ്റെ പുറത്ത് നമ്മുടെ ജീവിതങ്ങളെ അനുനിമിഷം അനുഗ്രഹിക്കുന്നതിന് ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അമ്മ മാതാവിന് സന്തോഷമേ ഉള്ളൂ. അതിൻ്റെ തുടർച്ചയായ അനുഭവങ്ങളാണ് കുടുംബത്തിൽ ലഭിച്ചത്. ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്, ആന്തരിക ആത്മീയ പരിവർത്തനങ്ങളെക്കുറിച്ച് മകൾ സൂചിപ്പിച്ചത്. ഞാൻ മകനോട് ഇടയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എടാ നിന്നെ വലിച്ചു കയറാനാണ് അവൾ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉടനെ എന്നോട് സഹോദരൻ സൂചിപ്പിച്ചത്, അതെൻ്റെ ജീവിതമല്ലായിരുന്നോ? എൻ്റെ ജീവിതം പഴയൊരു ജീവിതത്തിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക്, ദൈവാത്മാവ് നയിക്കുന്ന പുതിയൊരു ജീവിതത്തിലേക്ക് അമ്മയുടെ ഉടമ്പടിയിലൂടെ എൻ്റെ പങ്കാളിയുടെ സഹായത്തോടു കൂടി എനിക്ക് കൂടി നടക്കുവാൻ സാധിച്ചുവെന്നതാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥവും. പ്രിയമുള്ളവരെ, നാം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ കൂടി അമ്മയുടെ സംരക്ഷണയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നാം ഒരു നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അമ്മയോട് നമ്മൾ നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കാമെന്ന് അമ്മയുടെ മുമ്പിൽ വാക്ക് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നിയോഗം അങ്ങോട്ട് പറയുന്നവർ മാത്രമല്ല നമ്മൾ, അമ്മയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ തിരുത്തുവാൻ വേണ്ടി സന്നദ്ധത അറിയിക്കുന്നവർ കൂടിയാണ് ഉടമ്പടി ജീവിതത്തിൽ. അതുകൊണ്ട് ഇങ്ങോട്ട് അനുഗ്രഹം ആഗ്രഹിക്കുമ്പോൾ അങ്ങോട്ട് ആത്മാവിനെ വിശുദ്ധീകരിക്കുവാനുള്ള വഴികളെ നിത്യം കൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധയുണ്ടാവണം. അത് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നതിന്, നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സംരക്ഷണവും അനുഭവിക്കുന്നതിന് അമ്മ മാതാവ് തന്നെ പുതിയ വഴികൾ, പുതിയ സന്തോഷങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. ഈ കുടുംബത്തിന് അമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും പ്രേക്ഷിത ശുശ്രൂഷകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.